ഹായ്, ഇന്ന് പൂച്ചെടിയിൽ നിന്നാണ് കേട്ടോ തുടക്കം. നമ്മുടെ കൊങ്ങിണിപ്പൂവില്ലേ, അവളാണ് ഇവൾ. ഓ, ഇതൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാതിരിക്കല്ലേ. അധിക പേരുകളും നിങ്ങൾ എനിക്കാണ് പറഞ്ഞു തരാറ്. കാരണം നിങ്ങൾ എന്നെക്കാളും ചെടി നടുന്നവരാണെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ മുമ്പൊക്കെ അത് തൊടിയിൽ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്മേൽ കായ ഉണ്ടാവും. ആ കായ പറിച്ചിട്ട് ഒത്തിരി തിന്നിട്ടുണ്ട് കേട്ടോ. കായ മാത്രമല്ല, അതിൻ്റെ ഇലയും വെറുതെ വിടാറില്ല. അത് വെച്ചിട്ട് അതിൽ പലതും മിക്സ് ചെയ്തിട്ടൊക്കെ വെറ്റിലാക്കി തിന്നുന്നൊരു പരിപാടിയില്ലായിരുന്നോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബൊഗൈൻവില്ല, ഒരു രക്ഷയുമില്ല. ഇതേ മുമ്പ് കാണിച്ചു തന്ന ചെടികൾ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സീസൺ കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ പൂക്കളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ശരിക്കും പൂത്തുലഞ്ഞ് നിൽക്കുന്നൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് പോയി കാണാം കേട്ടോ. എൻ്റെ പൊന്നു, ഒരു രക്ഷയുമില്ല. എനിക്കിതെല്ലാം കൂടി കണ്ടിട്ടേ അന്ന് ഞാൻ പോയിനന്ന് നന്നായിട്ട് പൂത്തലഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്നുള്ള അറിയില്ല. ഞാൻ ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഞെട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ ചെടികൾ കണ്ടിട്ടായിരുന്നു. ഈ ചെടികൾ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ബൊഗൈൻവില്ല എനിക്ക് വാങ്ങിക്കണം എന്നുള്ള ഒരു മനസ്സിലുള്ളൊരു അതിയായ ആഗ്രഹം വന്നിട്ടോ. അങ്ങനെയാണ് ഞാൻ നഴ്സറിയിലേക്ക് ഓടുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോൾ നല്ല ഗാർഡൻ കാണാറുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്തുകൂടാ? ഒരു 5 സെൻറ്റിലാണ് വീടെന്ന് വെച്ചെങ്കിലും ഉള്ളത് ഓണം പോലെ അടിപൊളിയാക്കുക. പക്ഷേ ഞാനീ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമല്ല ഇവിടെ നല്ലൊരു പൂന്തോട്ടം തന്നെ ആയിട്ടുണ്ടാവും. കാരണം എനിക്ക് അത്രയ്ക്ക് ഭയങ്കര താല്പര്യമുണ്ട് ഈ ചെടിയോട്. ഇനി നമ്മൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ വണ്ടി പോവുകയൊക്കെയാണ് വെച്ചെങ്കിലും ഏതെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ ഒരു ചെടി വെച്ചിട്ടുണ്ടെങ്കിലും അതും നമ്മുടെ കണ്ണിൽ പെടും കേട്ടോ. അത് ഈ ചെടിനോട് ഒരു ക്രേസ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറയും, അതും നിങ്ങളെ കണ്ണിൽ പെട്ടോ എന്ന് ചോദിക്കും. ഞാനാണെന്ന് വെച്ചെങ്കിൽ ആ ചെടീൻ്റെ അടുത്ത് പോയി ഒക്കെ നന്നായിട്ട് വീക്ഷിക്കും. ഇവരാണെന്ന് വെച്ചെങ്കിൽ ആദ്യമൊക്കെ നോക്ക് പോലും ഇല്ല. ഞാനിങ്ങനെ പറയുന്നുണ്ടാവും, എന്തോ ഒരു ഭംഗി ഇത് കാണാൻ എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടാവും. ഓല ചെവിക്ക് അത് പോവേ ഇല്ല, ഓല അങ്ങോട്ട് നോക്ക പോലും ഇല്ല. അപ്പോൾ താല്പര്യം ഇല്ലാത്തവരോട് പിന്നെ എന്തും പറഞ്ഞിട്ട് കാര്യമില്ല. ഓല ശ്രദ്ധയിൽ പെടില്ല, അവരേറ്റ് അത് നോക്കൂല്ല. പിന്നെ നിങ്ങളെ കമൻസൊക്കെ ഞാൻ കണ്ടു കേട്ടോ. പിന്നെ അതിലുപരി നമ്മളെ മലയാളി അല്ലാത്ത ഏത് ഭാഷയിലാണ് എഴുതിയതെന്നുള്ള എനിക്ക് അറിഞ്ഞൂടെ ഒരു കമൻസ് വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഇന്നലത്തെ വീഡിയോക്ക് താഴെയാണ് അത് വന്നത്. അപ്പോൾ യൂട്യൂബ് എൻ്റെ വീഡിയോസ് എല്ലായിടത്തേക്കും വിടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കണോ. ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ളത് അറിയൂല കേട്ടോ. എന്തായാലും നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എല്ലായിടത്തേക്കും എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾക്കും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് കമൻസ് ഇനിയും എടുക്കാനുണ്ട്. ഞാനിങ്ങനെ റീപ്ലൈ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നോമ്പൊക്കെ അല്ലേ, ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാണ് ഇത് ഇവളിങ്ങനെ എപ്പോഴും വന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് കേട്ടോ പറയുന്നത്. കാരണം ഇനിയും ഒരുപാട് പേർക്ക് റീപ്ലൈ കൊടുക്കാനുണ്ട്. അവർ വിചാരിക്കൂലേ, കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു, നമുക്ക് മാത്രം എന്താ അങ്ങനെ നേരെ വൈകിയെന്ന് കരുതൂലേ. അത് കരുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോഴേ ഇന്ന് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ടേക്കണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഇഷ്ടപ്പെട്ടാൽ സബും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.